സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോയോട് സ്വാഗതം. സോ വീണ്ടും നമ്മൾ വന്നിക്കുകയാണ് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാർട്ടായിട്ട് വീണ്ടും വന്നിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ വെറുതെ സംഭവം ഇമോട്ട് അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാക്കലാണ്. നമ്മളതിൽ അത്യാവശ്യം റിസോഴ്സസ് ഒക്കെ എന്തായാലും ആയിട്ടുണ്ടാവുണ്ട്. മൈനിങ് പരിപാടികളൊക്കെ നമ്മളെന്തായാലും നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയല്ലോ കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ വീട് എവിടെ വെക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെക്കാം അല്ലേ. നമ്മളിതുവരെ ഉറപ്പിച്ചിട്ടില്ല അവിടെ വീട് വെക്കണമെന്ന്. സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ലോഡ് കളക്ട് ചെയ്ത് വെച്ചിരിക്കണം അതിനുള്ള. അല്ല അവിടെ മറ്റേ ഇത് ചൂടാക്കാൻ വെച്ചിരുന്നേ കോബിൾ സ്റ്റോൺ ഇവിടെ തപ്പയൊക്കെ കിട്ടും, പേടിക്കണ്ട. പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ചിലപ്പോൾ ഇനിയിപ്പോൾ എഡിറ്റിങ്ങിൽ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. അടിച്ചെന്തിന് ഇത്രയും ഇത്ര കുഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നാ? നമുക്ക് ഫാമൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ, അപ്പോൾ ആ സമയത്ത് ഇന്ന് ഉണ്ടാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ക്ലിയറിങ്ങിൻ്റെ പരിപാടിയില്ലേ അതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഷവലിൻ്റെ പണി ഇപ്പോൾ തീരും. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം, വീട് സെറ്റാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഇവിടെ അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഒരു അളവ് പറഞ്ഞുതരാം. ഇവിടെ ഒരു കുറ്റി, ഇവിടുന്ന് 1 2 3 4 5 6 7 11 14 15 16 17. പക്ഷേ എണ്ണൊക്കെ ഫുള്ള് തെറ്റിക്കണം, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്നാണ് നമ്മൾ വെക്കണത്, ഇങ്ങനെയാണ് നമ്മൾ വെക്കണത്. ഇത്രയും വലിപ്പമുണ്ട് നമ്മുടെ വീടിന്. ഇനി വീതി എത്ര ഞാൻ പറഞ്ഞുതരാം. വലിപ്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നീളാട്ടാ. 2 3 4 5 6 7 8 10. ഓക്കെ, 10 ബ്ലോക്ക് സ്ക്വയർ ഷേപ്പ് തന്നെ. ബോറാവില്ല, അത് നമുക്ക് സെറ്റാക്കാം. ഇതിൻ്റെയൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. ഞാൻ പ്ലാനില്ലാന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞില്ല, അതൊക്കെ വെറുതെ പറഞ്ഞാണ്. എൻ്റെ പ്ലാൻ എന്താണെന്ന് ഇപ്പോൾ ചോദിക്കരുത് കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ ഒരു എന്താ പറയുക, വീടിൻ്റെ പണി കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഉണ്ടിച്ചൊക്കെ ഞെട്ടും. അജ്ജാതി പ്ലാനാണ്. അറിയാം എന്താ കാട്ടേണ്ടതെന്ന്. ഞാൻ സെറ്റാക്കേണ്ടി തരും. ഇവിടെ സ്റ്റോൺ ബ്രിക്കൊക്കെ എടുത്ത് സ്റ്റോൺ ബ്രിക്കാക്കി മാറ്റിക്കേ. ഞാൻ ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. നമ്മൾ ഈ മേലെ മാത്രം ഫ്ലോർ എന്ത് സ്ട്രിപ്പാ? ആയിക്കോട്ടെ. ഒരു നമ്മളെ ഈ ഫസ്റ്റ് ഈ ഒരു ലെയർ ഉണ്ടാ, ഇത് മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ, സ്റ്റോൺ ബ്രിക്കേറ്റ് വെക്കുള്ളൂ. ഇങ്ങനെ ചെയ്യണ്ട, ഈ പ്ലാൻ വേണ്ട. ഈ പ്ലാൻ ചിലപ്പോൾ ബോറാവാൻ സാധ്യത ഉണ്ട്. ഗ്ലാസ് ഒന്നും വെക്കല്ലേട്ടാ, ഭയങ്കര ബോറ. ഈ ഫുള്ള് ഇങ്ങനെ ആക്കണ്ട, ഈ ഫ്രണ്ട് ഭാഗം മാത്രം മതി. ബോറാവുന്നില്ല, പോടാ അവിടുന്ന്. കണ്ടോ എൻ്റെ ഒരു ഇന്റർനാഷണൽ ലെവല് ബുദ്ധിച്ച് കണ്ടോ? വീട് ലാസ്റ്റ് കണ്ടിട്ട് രസമില്ല. വീടിനെ വിളിക്കണേ, എന്നെ വിളിക്കണേ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ആ ചൂടാക്കാൻ വെച്ചത്? ഇവിടെയാണ്. ആ സ്റ്റോൺ ബ്രിക്ക് ഫുള്ള് എടുത്താ? സ്റ്റോൺ ഫുള്ള് എടുത്താ? ഇന്ത്യയിലാണെങ്കിൽ ഫുള്ള് സാധനങ്ങളാണ്. സെറ്റ് സ്റ്റോൺ ബ്രിക്ക് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ വീടിൻ്റെ പണി നല്ല രീതിയിൽ പുരോഗമിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ടൈലെന്തായി? ഞാനെ സഹായിക്കാം. അല്ലേ ഇജ് ഈ പണി നോക്ക്, ഞാൻ സാൻഡ് കളക്ട് ചെയ്യട്ടെ. ഒരു സ്റ്റാക്ക് കളക്ട് ചെയ്യാം അല്ലേ? ഒരു സ്റ്റാക്ക് കളക്ട് ചെയ്താൽ മതി തോന്നുന്നുണ്ട്. 2000 years later. ടൈലില് പണി കഴിഞ്ഞാ? ഓക്കെ, ഇത് അടിപൊളിയായില്ലേ? ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾ വേണം പറയാൻ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട് എത്ര അടിപൊളിയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മതിട്ട് ഇപ്പോൾ തന്നെ പോയി കമൻറ്റ് ഇടണ്ട. ഓക്കെ, ഇവിടെ 2 ബ്ലോക്ക് വെക്കുക, അപ്പുറത്ത് 2 ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ 3 ബ്ലോക്ക് ജനൽ, 3 എണ്ണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക, ഇവിടെ 2 ബ്ലോക്ക്. എന്നിട്ട് 3 ബ്ലോക്ക് വിടുക, ഇവിടെ ഇങ്ങനെ വെക്കുക. 3 ബ്ലോക്ക് വിടുന്നു,
ഓക്കെ അത് പൊളിക്കും. ആ കണ്ട പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. കണ്ട എൻ്റെ ഐഡിയ കണ്ട. ഓ എൻ്റെ ബുദ്ധി കണ്ടിട്ട് എനിക്ക് തന്നെ എന്താ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കണ്ട എൻ്റെ ബുദ്ധിനെ പറ്റി എനിക്ക് എന്താ പറയുക ലിഹാനെ. താങ്ക്സ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഫുൾ ഗ്ലാസ് ആക്കണ്ട. അപ്പം ഇത്ര സ്റ്റോൺ ബ്രേക്ക് ഉണ്ടാക്കിയ വെറുതെ ആവൂലേ? ഇതാണ് എൻ്റെ കുറച്ച് എന്താണ് മറ്റേ സാധനം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വെച്ച്. സാധനം എന്താണ് ഈ സാധനത്തിന് പറയാ? സ്ട്രിപ്പ്ഡ് ലോഗ്. അതല്ലേ ആ സാധനം ഇവിടെ നിന്ന് വെച്ച്. ആദ്യം മൈൻക്രാഫ്റ്റ് പഠിപ്പിക്കണ പോലെ കോഴ്സിങ്ങിന് പോകും. ഓക്കെ കണ്ട. അപ്പോൾ ആ സൈഡ് ഈ സൈഡ് ഒരേമാതിരി ആയിട്ടുണ്ട്. ഞാൻ വേറെ ഡിസൈൻ പറഞ്ഞു. എന്ത് ഡിസൈൻ? ഒരു മിനിറ്റ്. ഇവിടെ ഡോറിൻ്റെ അടിയുള്ള ഈ സംഭവമില്ലേ, ഈ സ്റ്റോൺ ബ്രിക്ക്. എൻ്റെ ശബ്ദത്തിന് എന്താ പറ്റി? സൗണ്ടൊക്കെ പോയാ? സോറി, ഞാൻ ഈ പൊട്ടിച്ചണിക്കണ ഈ സ്റ്റോൺ ബ്രിക്ക് ഇതൊക്കെ കണ്ട ഈ അടിയത്തെ ഫുൾ സ്റ്റോൺ ബ്രിക്കും പിന്നെ ഈ മേലെ ഇവിടെ സ്റ്റെയർസും വെക്കാം. എന്നിട്ട് ഇവിടെ സ്റ്റെയർസ് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ പ്ലെയിൻ ഗ്ലാസ് വെച്ച് അടിപൊളിയാവും. എന്നാൽ ചെയ്. ഈ ബാക്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടോ, ബാക്കിയുള്ള ഭാഗത്തൊന്നും ചെയ്യണ്ട. ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഓക്കെ. ഇതെന്താ പാട്? നമ്മൾ ഇവിടെ ഡോറ് വെക്കുന്നു. ഇവിടെ ഫുൾ നമ്മൾ ഗ്ലാസ് ഫില്ല് ചെയ്യാനുള്ളതാണ്. മേൽക്കൂര എപ്പോഴും നമ്മൾ സെറ്റാക്കിയിട്ടില്ല കേട്ടോ. മേൽക്കൂര നമുക്ക് ഈ സ്ട്രിപ്പ്ഡ് ലോഗ് തന്നെ ആക്കാം അല്ലേ? ഇല്ല. മേലെ കയറുമ്പോൾ നമുക്ക് ടൈൽസായിട്ട് ഈ സാധനം തന്നെയല്ലേ വേണ്ടേ? ഇത് ഫുള്ളൊരുമാതിരി ഒരു കൊളാവണില്ലേ? ആക്സൊക്കെ അവിടെ കയ്യിലെന്തിന് 2 സോഡൊക്കെ എടുത്ത് മാറ്റാം നമുക്ക്. ഇത് മാറ്റിക്കോ. ഓക്കെ. ഇപ്പോൾ പെർഫെക്റ്റ് ആയില്ലേ? അപ്പോൾ ഇതാണ് അവിടെ വീടിൻ്റെ ഫസ്റ്റ് നില. ഇവിടെയൊക്കെ നമ്മൾ ഫുൾ സ്റ്റോറേജിങ് ഏരിയ ആണ്. ഇവിടെ സ്റ്റോറേജിങ് ഏരിയ ആക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനെ സാധനങ്ങളാക്കാം. മേലെ നമുക്ക് മേലത്തെ നിലയിൽ നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാം. അത് പൊളിക്കും. ഐഡിയ എങ്ങനെ ഉണ്ട്? ഗ്ലാസ് ഉണ്ട് എൻ്റെയൊക്കെ? ഇല്ല. ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്. ഇവിടൊക്കെ ഫുള്ള് പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്. പ്ലെയിൻ ഗ്ലാസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ഗ്ലാസ്സാ വേണ്ട. എന്താ? അല്ല അതിൽ ഇനിയും കുറച്ച് ചൂടാക്കണ്ട. അത് കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ സെറ്റാവും. ഇത് കുറച്ചുകൂടി സാൻഡ് കളക്ട് ചെയ്ത് പോയിട്ട്. അല്ല ഇവിടെ ഉണ്ടല്ലോ കുറച്ച് കിട്ടി. 4 എണ്ണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 8 എണ്ണമായി. ഇനി നമുക്ക് ബാക്കി ഫുള്ള് പോയി ഫില്ല് ചെയ്യാം. എന്തല്ലേ അടിയത്തെ നിലയുടെ പണി ഫുള്ളും തീർക്കട്ടെ. ഞാൻ എന്തായാലും അടുത്ത നിലയുടെ പണി കൊടുക്കട്ടെ. മതി 1 2. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. 2 നില പോലെ. 2 നില മതി. ഇത് ആരാണത്? ഓക്കെ. വൃത്തിയിട്ടമാരൊന്നും ജീവിക്കാൻ തന്നെ സമ്മതിക്കില്ല. വീട്ടിൽ കയറിക്കോ. ഞാൻ ഉറങ്ങിക്കോ. ഓക്കെ. അപ്പം നമ്മളിത് എത്രാമത്തെ ദിവസത്തിൻ്റെ കണക്കൊന്നും ഞാൻ ഓണാക്കിയിട്ടില്ല. ഇവിടെ ഇപ്പം ഇപ്പോഴും ചത്തിയില്ലേ? പോടാ. ക്രീപ്പർ ഒട്ടടോ. അതിനെ ഞാൻ അടിച്ച് എൻ്റെ മേത്തിങ്ങനെ തെറിപ്പിച്ചാൽ നിൽക്കണം. അതും എൻ്റെ അടുത്തേക്ക് വന്ന് പൊട്ടിത്തെറിക്കാൻ നിൽക്കണേനെ. മണ്ടത്തരം. എവിടെ സ്ലാബൊക്കെ ഉണ്ട്? ഇത് അവിടെ കണ്ട ഫില്ല് ചെയ്താ കണ്ടില്ലേ? അവിടെ വെച്ചോ. ഞാൻ ഡോർ ഉണ്ടാക്കിയിരുന്നു. ഡോർ വെക്കട്ടെ. ഡാർക്ക് ഓക്കിൻ്റെ ഡോർ വെച്ചാൽ മതിയാ? ഡാർക്ക് ഓക്ക് ഉണ്ടോ? നമ്മളല്ല അവിടെ നിന്ന് നേരത്തെ നമ്മൾ ആ ബയോമിന്നല്ലേ വന്ന് 1 മിനിറ്റ് കുറച്ചങ്ങോട്ട് പോയൊക്കെ. കിട്ടുകയാണെങ്കിൽ കിട്ടി. അത്ര പറയുള്ളൂ.
ഇജാ ടൈമുണ്ടേ ചെസ്റ്റ് എനിക്ക് ഞാൻ ചെസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇതാ എനിക്കെന്നെ കാണുന്നുണ്ടാ. ഇതാ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിക്കണ്. പിന്നെ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ സെറ്റാക്കി വെച്ചാളെ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ. ഞാൻ കണ്ടിട്ട ഡാർക്ക് ഓക്കിൻ്റെ ബയോമ് നമ്മൾ അവിടെ നിന്നല്ലേ ഇപ്പോൾ വന്ന് ഓർമ്മയില്ല എനിക്ക്. ഒരു മിനിറ്റ് നോക്കട്ടെ. തൽക്കാലത്തിന് വിറിച്ച് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഡാർക്ക് ഓക്ക് നമുക്ക് പിന്നെ എപ്പോഴേലും വേണമെങ്കിൽ വെക്കാം, കിട്ടിയാൽ വെക്കാം, അത്രേ ഉള്ളൂ. മേലത്തെ നില എന്തായി നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കണ്ട. സ്റ്റെപ്പ് നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാക്കല്ലേ, അതാ നല്ലത്. പുറത്തുണ്ടാക്കണ്ട. ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അത് വേണ്ട. ഇവിടെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം സ്റ്റെപ്പ്. അയ്യോ ഇത് കുറച്ച് ഇങ്ങോട്ട് പൊട്ടി. ഒരു മിനിറ്റ്. ഓ ഇത് എത്തുമോ? എത്തൂലല്ലോ. എത്തൂല. ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇപ്പം എങ്ങനെ തിരിക്കുക? നീങ്ങിക്കടാ. എടാ മുന്നേ നീങ്ങുന്നേ. ഞാൻ വെക്കട്ടെ ഒരു മിനിറ്റ്. ഇനി ബാക്കി ചെയ്. ഇനി എന്താ നമുക്ക് മേലെ നമുക്ക് വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ട് ഫില്ലാക്കാം അല്ലേ? മേലെ ഫുൾ വുഡൻ പ്ലാങ്ക്സ്. അതിൻ്റെ വുഡൻ പ്ലാങ്ക്സ് ഉണ്ടാ? കുറേ ഉണ്ടാ? അയറ്റ് വെച്ചാൽ മതി. വുഡൻ പ്ലാങ്ക്സ് ആയിട്ട് ഈ റൂഫൊന്ന് ഫില്ല് ചെയ്തേ. എവിടെ ഫർണസ് അവിടെ വെച്ചിരിക്കണേ? മേലെ. ഞാൻ പൊട്ടിച്ചേന്ന് പിന്നെ അവിടെ വെച്ചിട്ടില്ല. വെക്കുന്നല്ലേ എന്തിനാ ഗ്ലാസ്? അല്ലെ ഗ്ലാസ് എന്നാ മതി. ഗ്ലാസ് എന്നാ മതി. വേഗം പണ്ടെടുത്തു. ഗ്ലാസ്സില്ല, ഗ്ലാസ്സൊക്കെ എൻ്റെ കയ്യില്ല. ഇനി ഇവിടെ വെക്കണല്ലേ. ശേ ഞാൻ വിചാരിച്ചു പണി ഫുള്ള് കഴിഞ്ഞെന്ന്. എടാ റൂഫിൻ്റെ പണി ചെടുത്തില്ല. റൂഫിൻ്റെ പണി ഈ വൃത്തിയട്ടന്മാരുണ്ടല്ലോ. എടാ ജീവൻ പോയി ഉറങ്ങിക്കോ. ഇവിടെ ചെറുതായിട്ട് കുളമായില്ലേ, കുഴപ്പമില്ല, നമുക്ക് മാറ്റാൻ. ഇനി വൈകിയതൊക്കെ ഫുള്ള് പൊളിച്ച് മാറ്റാൻ. ഇതെന്താണ്? കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊക്കെ ഫുള്ള് പൊട്ടിച്ചളഞ്ഞേ. ഓക്കെ അപ്പോൾ നമ്മുടെ കുറച്ചധികം നേരത്തെ പണിക്ക് ശേഷം അതെന്താ ഡേട്ടൊക്കെ ഫുള്ള് പൊട്ടിച്ചളി. ഫുള്ള് ബോറായി. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അത്ര അടിപൊളി വീടാണെന്നൊന്നും പറയണില്ല. നിങ്ങളെന്തായാലും പറയാം ഈ വീട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മളെന്തായാലും ഇവിടെ വെച്ചു അതിൻ്റെ പക്കം പോവാണ്. എന്തായാലും നമ്മുടെ വീട് പണി നമ്മൾ തീർക്കുന്ന നമ്മളെന്തായാലും തീർത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണാൻ സൈനിങ് ഔട്ട് ഗൈസ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ അത്രേ ഉള്ളൂ, അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ കാണാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.